ഗംഗാര ഒന്ന് അടങ്ങ്. ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. എന്റെ പൊന്നനന്തരവനെ നിങ്ങൾ തല്ലി ചതച്ചില്ലടാ. ഗംഗാര ഇതിപ്പോ ഞാൻ പറഞ്ഞാണെന്ന് അവരറിയും, എന്റെ പണി പോവും. പണി പോട്ടടാ, നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യാൻ? നീ ഒന്നും ചെയ്യണ്ടടാ, നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവിനെ പിടിക്കാം. എന്റെ അനന്തരവനെ തല്ലിയല്ലേ, ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. ഗംഗാധര, അത് ഒരബദ്ധം പറ്റിയതാ. അബദ്ധം? ബദിരനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലിച്ചതക്കുന്നതാണ് അബദ്ധം. കൈയെടുക്കടാ. ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ടുവെക്കൂ, കാശ് പിന്നെ തന്നാ മതി. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, നിർവികേട് കാണിക്കരുത്. കാശ് തരാതെ അവനെ വിടില്ലാന്ന് പറഞ്ഞാൽ വിടരുത്. നീ വിടറാ. ഇപ്പൊ ഇതിന് സമാധാനം പറയണം. എടോ ഒന്ന് പതുക്കെ പറ, അവനകത്തുണ്ട് സിക്കന്ദർ. ചിക്കന്തർ അല്ല മട്ടന്തർ വന്നാലും എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറം, കൈ തെരണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ. അത് ഇവിടുത്തെ ബടാസാബിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. അതിന് പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവനെ വിളിക്കും. അവന് ഞാൻ ജോലി കൊടുത്തു, 5000 സാലറി. ഇതാ പോരെ? ഇനി ഇവിടെ നിന്ന് നീ വാവിളിച്ചാറുണ്ടല്ലോ. ഈ 5000 എന്ന് പറഞ്ഞ എത്രയാ? 5000. കൊടുക്കും. ആരും ഇവിടെ വെറുതെ പണിയെടുക്കണ്ടെന്ന് ആ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്. ആ രമണന് കൂടെ ഒരു ശമ്പളം കൊടുക്കാൻ പറയോ? മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും. എന്നാ പിന്നെ എനിക്കൂടെ ഒരു പണിയൊന്നൂടെ? നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത്. പോടാ. വാടാ. 5000 അനക്കണ്ട. 5000 അനക്കണ്ട. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഇതെന്താ ആദരണ്ടായതാ? ഒന്നുമില്ല, ഞാൻ പോട്ടെ. ബാഗെന്ന് പറയാൻ മാത്രം അറിയാല്ലേ? ഞാൻ പോട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ ആണ് രണ്ടുപേരും അവിടെ ഇവിടെ എത്തി മാറ്റി. ഭയ്യ, അവന് വീട്ടിലെ പണി തന്നെ പോരെ? ആർക്ക്? ആ പൊട്ടന്. വീട്ടിലെ പണിക്ക് ആള് കുറവാ. ഇവിടെ ഈ 2 നാവും നന്നാല് കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താ ശരിയാവോ? നിനക്കറിയില്ല, അവൻ മിടുക്കനാ. ഇവിടെയുള്ള ആരേക്കാളും മിടുക്കൻ. പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളില് നീ ഇടപെടണ്ട. മോളിപ്പിക്കോ. എന്താ ജനൽ പാടിയാ? അതൊക്കെ കഴിഞ്ഞു, അവിടെങ്ങും പോയിരിക്കേ. ഇയാളെന്താ ഇവിടെ? എന്താടാ, കാശ് കിട്ടിയോ? ഇല്ല, ഇതുവരെ കിട്ടിയില്ല. അല്ലെങ്കിലും നീ വിചാരിച്ചാൽ കിട്ടുകയില്ല. ആ ഏരിയയിൽ നിന്ന് ബിസിനസ് ഏൽപ്പിച്ചപ്പോഴേ അത് പൊട്ടി. ആ ഉണ്ണി എന്ന് പറഞ്ഞവൻ നാവിട്ടടിച്ച ആരും വീഴും. ഈ ഞാനും വീണു. പക്ഷെ കാശ് പോയത് എന്റെയാ. അവൻ വെള്ളത്തിൽ ചാടിച്ചെത്തന്നോ ഇൻഷുറൻസ് കിട്ടുമെന്നോ ഒക്കെ നീ പറഞ്ഞല്ലോ. ഡെഡ് ബോഡി കിട്ടാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുത്തിട്ടില്ലെന്ന അവന്റെ അച്ഛൻ കൈമൾ മാഷ് പറഞ്ഞത്. കള്ളം. അയാളാ കാശ് ഒതുക്കി അവന്റെ കഴുത്തിൽ പിടിച്ച കാശ് കിട്ടും. അതിലും വലുതൊക്കെ നാട്ടുകാർ ചെയ്തു കഴിഞ്ഞു. നാട് റോഡിൽ വെച്ച് ഉടുതുണി പറിച്ചു മാറ്റി, വീടിന് നേരെ കല്ലെറിഞ്ഞു. ഇനിയും പൈസ കിട്ടിയില്ലെങ്കിൽ ഇതിന് തീ വെക്കുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. ആ നാട്ടുകാരായാൽ അങ്ങനെ വേണം.
ആരാത്? ദൈവമേ, ഈ ചെക്കന്റെ ബോഡി കിട്ടുന്നവരെ മനസ്സിന് സ്വസ്ഥതയില്ല. അതെ, ഞാൻ മണിന്ദർ സിംഗിന്റെ മകളാ, കരിഷ്മ. ഇപ്പൊ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു ഉണ്ണി. ഉവ്വ്, എന്താ? എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം. അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഒരു മുങ്ങൽ വിദഗ്ധനായിരുന്നു. മരിച്ചു കഴിഞ്ഞ ആ ഡെഡ് ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ പേര് രക്ഷപ്പെട്ടേനെ. അതെങ്ങനെയാ? അവന്റെ ബോഡി അതും മുങ്ങി. അവന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ? എവിടെയെങ്കിലും ഡെഡ് ബോഡി കണ്ടാൽ അപ്പൊ ഒത്തു നോക്കാൻ വേണ്ടി കൂടെ കൊണ്ട് നടക്കുക. ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ. അവനെ വിശ്വസിച്ചൂടാ. അവൻ നമ്മളോട് പറഞ്ഞതും പച്ച കള്ളമാ. അവൻ ഗംഗാധരന്റെ ആരുമല്ല. അവന്റെ അച്ഛനൊരു സ്കൂൾ മാഷാ. ആ മനുഷ്യനെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല. ഇവൻ കാരണം നരകിക്കുക ആ അച്ഛനും കുടുംബവും എല്ലാം. എടോ, നമുക്ക് ഈ പണം 5 മണിക്ക് മുമ്പ് റാവുത്തറിഞ്ഞിന്റെ കയ്യിലെത്തിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ട്രാവൽസിലോടുന്ന വണ്ടികൾക്കൊന്നും പെർമിറ്റ് ഉണ്ടാവില്ല. അല്ല, ഞാനിത് ആരോടാ പറയണേ? ഏ? താൻ ഞാനും പഠിച്ചു. ഇത്ര ഈസിയാണ്. എന്താ ഭയ്യ? ചാച്ചാജി ഇതുവരെ എത്തിയില്ല. അന്വേഷിക്കാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ചാച്ചാജി ഇങ്ങ് വരും. കൂടെ പോയിരിക്കുന്നത് ഗംഗാധരൻ കൊണ്ടയാക്കിയ ചെക്കനാ. ഇത്രയും പണവും ഉണ്ട്. അവൻ എന്തെങ്കിലും അവനെ കുറിച്ച് അങ്ങനെ ഒന്നും സംശയിക്കണ്ട. അവൻ ചതിക്കും. ചതിയനവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. എനിക്കറിയാം, അതുകൊണ്ടാ പറയുന്നത്. വേഗം എന്തെങ്കിലും ചെയ്യണം. അവൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 2-3 മാസമായി കാണും. ഇവിടുന്ന് പോയതിനു ശേഷം മണീന്ദർ സിംഗ് ഫോൺ ചെയ്യോ മറ്റോ? ഇല്ല, തിരക്കാവുന്നിടത്തൊക്കെ തിരക്കി. ഇതുവരെ ഒരു വിവരവും ഇല്ല. സാർ, സ്റ്റേഷനിൽ നിന്നോ? ഹലോ, സ്പീക്കിംഗ്. അവനെ കിട്ടി. എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്നുമില്ല. മോളിങ്ങനെ വിഷമിക്കാതെ. ചാച്ചാജി എന്താ ഉണ്ടായെന്ന് പറയും. ഒന്നുമില്ലടാ, ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അവൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് അവൻ ആ പണം എത്തിക്കേണ്ടടുത്ത് കൃത്യമായി എത്തിച്ചു. എനിക്ക് മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ. പിന്നെ അവനെ കണ്ടില്ല. അല്ല, അവൻ കൊണ്ട് വന്നില്ലേ? എന്താ എന്താ ആരും ഒന്നും മിണ്ടാത്തത്?
കാണാതായപ്പോ ഞങ്ങള് വിചാരിച്ചു കട്ടിട്ട് പോയി കളഞ്ഞു എന്നല്ലേ? കൈമൾ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, കക്ക മാത്രം പഠിച്ചില്ല. ഒരാളെയും ചതിക്കാനും അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. എന്റെ വീടിന് എല്ലാവരും ചേർന്ന് തീ വെക്കും മുമ്പ് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. ഒറ്റയ്ക്ക് പോവാനും പറ്റില്ല, ആരെങ്കിലും കൊണ്ട് എത്തിക്കണം. ജീവനോടെ ഞാനവിടെ ചെന്നിട്ടൊരു കാര്യമില്ലേ. ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ എന്റെ ശവം അവിടെ കിട്ടണം. ഇതൊരു രണ്ടാം ജന്മമായിരുന്നു. ഒന്നും കേൾക്കാത്തവനായി, ഒന്നും സംസാരിക്കാത്തവനായി. ഇനി ഇതും തുടരാൻ കഴിയില്ല.